ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ലൈവിൽ ടാസ്കുമില്ലാതെ ഒന്നുമില്ലാതെ കിടക്കുന്ന നമ്മുടെ പ്രതികളായിട്ടുള്ള അനീഷിനെയും അതേപോലെ തന്നെ അനുമോളെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ടാസ്ക് ഒന്നുമില്ല, രണ്ടുപേരും വീഴ്ചയടിച്ച് കിടക്കുവാണ്. ഇനി ടാസ്ക് വരാനുള്ള സാധ്യത വളരെയധികം തന്നെ കുറവാണ്. കാരണം ഇനിയിപ്പോൾ ഒരു സ്പോൺസർ ടാസ്ക് വരാൻ വേണ്ടി പോവാണ്. അതിനുശേഷം നമ്മുടെ ഒരു മിഡ് വീക്ക് എവിക്ഷൻ പ്രാങ്ക് നടക്കാൻ വേണ്ടി പോവാണ്. സ്പോൺസർ ടാസ്ക് കഴിയുന്ന സമയത്ത് തന്നെ ഇവരെ തുറന്നു വിടും. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് അവർക്ക് വലിയ ടാസ്ക് കാര്യങ്ങളൊന്നും തന്നെ ബിഗ് ബോസ് കൊടുക്കുന്നില്ല. അത് നന്നായി. ഇല്ലെങ്കിൽ അനീഷ് തന്നെയാണെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അനീഷ് ഒരു 3-4 തവണ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഒരു എക്സംഷൻ കൊടുക്കുന്നത് എന്തായാലും കുറച്ചുകൂടെ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നീട് എന്തായാലും ഇവിടെ അനുമോൾ പറയുന്നുണ്ട്, എന്നെ ഒന്ന് നോക്കാൻ പോലും ആദിലയാണെങ്കിലും നൂറയായിട്ടാണെങ്കിലും ഒന്ന് വന്നു പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. അത് സത്യം തന്നെയാണ്. ഇത്രയും നേരമായിട്ട് ആദിലയോ നൂറയോ ആരും തന്നെ വന്നിട്ടില്ലായിരുന്നു ഇവരെ ഒന്ന് നോക്കാനാണെങ്കിലും കാണാനാണെങ്കിലും പോലും. പിന്നീട് നോക്കുവാണെങ്കിൽ അവസാനം ലക്ഷ്മിയോടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് അനീഷ് പറയുന്നുണ്ട് ലക്ഷ്മിയോട്, എനിക്കെന്നാൽ കുറച്ചൊരു നാരങ്ങ ആരെങ്കിലും അടുത്തു നിന്നൊരു കടം വാങ്ങിച്ചൊരു നാരങ്ങ എടുത്ത് അത് പിഴിഞ്ഞ് ഫുള്ള് വെള്ളമൊക്കെ ആക്കി ഒരു പഞ്ചസാരയും ഉപ്പൊക്കെ ഇട്ടെടുത്തുകൊണ്ട് വരാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ബിഗ് ബോസിൻ്റെ കയ്യിൽ നിന്നൊരു വാണിംഗ് കിട്ടുന്നുണ്ട്. അനീഷ്, ഇത് സുഖവാസ കേന്ദ്രമല്ല, ഇത് ജയിലാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ അനീഷ് പറയുന്നുണ്ട്, എനിക്കിത് സുഖവാസ കേന്ദ്രം പോലെ തന്നെയാണ്. കാരണം എല്ലാ ആഴ്ചയിലും വരുന്നുണ്ടല്ലോ ചില പ്രതികളൊക്കെ പറയുന്ന പോലെ തന്നെ എനിക്ക് ജയിലെന്ന് പറയുന്നത് ഭാര്യ വീട് പോലെയാണ് എന്ന് പറയുന്ന അവസ്ഥയാണ് അനീഷിനുള്ളത്. കാരണം എല്ലാ സമയവും ഇപ്പം അനീഷ് തന്നെയാണല്ലോ ജയിലിലുള്ളത്. അതുകൊണ്ട് തന്നെ അനീഷ് അത് പറയുന്നുണ്ട്, തെറ്റില്ല. പിന്നീട് അക്ബറിന് ഒരു വാണിംഗ് കിട്ടുന്നുണ്ട്. കറക്റ്റായിട്ട് എപ്പോഴും എന്താണ് അക്ബർ, നിങ്ങളെ ഓർമ്മിപ്പിക്കണോ ഞാൻ ബാറ്ററിയുടെ കാര്യം എന്നുള്ള രീതിയിൽ പറഞ്ഞ് അക്ബറിനോട് ബാറ്ററി മാറാൻ വേണ്ടി പറയുന്ന ബിഗ് ബോസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മിഡ് വീക്ക് ഫേക്ക് എവിക്ഷൻ നടക്കാൻ വേണ്ടിയുള്ള പ്ലാനിങ് നടക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി അതൊരു പ്രാങ്ക് തന്നെയാണ്, നമ്മൾ പറഞ്ഞ പോലെ തന്നെ.